എല്ലാവർക്കും ഓണാശംസകൾ. ഓണത്തിനീണം ഹൃദയങ്ങളിൽ നിറയട്ടെ. നമസ്കാരം. ഓണനാളുകളാണ്. ഓണനാളുകളിൽ നമ്മളോടൊപ്പം ഒട്ടനവധി പ്രതിഭാധനർ സഞ്ചരിക്കുന്നു. ഇന്ന് നമ്മൾക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ കളർകോട് സ്വദേശിയായിട്ടുള്ള ഒരു പ്ലേബാക്ക് സിംഗറെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. ബിനു ആന്റണി. നമസ്കാരം. നമസ്കാരം. വളരെ സന്തോഷമുണ്ട് മലനാട് ജീവിയുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ബിനു ആന്റണി പരിചയപ്പെടുത്തുന്നതിൽ. സന്തോഷം. ശരിക്കും ബിനു ആന്റണി ഇന്ന് നമ്മളുടെ സമൂഹ മാധ്യമങ്ങളിൽ നിറയെ ഇല്ലേ വൈറലായ ഒരു താരമാണ്. എനിക്കൊന്ന് അങ്ങനെ ഒരു പാട്ട് വൈറലായിട്ടാണ് പ്ലേബാക്ക് സിംഗർ ആകാനൊരു യോഗം കിട്ടിയത്. സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ഇല്ലേ, പലരും കണ്ടെത്താനും അവസരങ്ങൾ കിട്ടാനും ഒക്കെ ഒരു സാധ്യത ഉണ്ടായത് അങ്ങനെയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ബിനു ആന്റണിയുടെ പാട്ടുകളൊക്കെ കേൾക്കാം. അതിനു മുമ്പ് ബിനു ആന്റണി എന്നുള്ള വ്യക്തിയെ ഒന്ന് പരിചയപ്പെടാം. ബിനു ആന്റണി ആരാണ്, എന്താണ്, അതൊന്ന് പരിചയപ്പെടാം നമുക്ക്. എല്ലാവർക്കും അപ്പം നന്മ നിറഞ്ഞ ഒരു ഓണാശംസകൾ ആദ്യമേ നേരുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും. ഞാൻ ഏതാണ്ട് ഒരു 27 വർഷമായി ഞാൻ ഈ പാട്ടിൻ്റെ ഫീൽഡിലായിട്ട്. നിരവധി പാട്ടുകൾ, ആൽബം സോങ്ങുകളൊക്കെ പാടിയിരുന്നു. ഞാൻ പൊതുവെ ഇച്ചിരി ഉൾവലിഞ്ഞൊരു പ്രകൃതമായിരുന്നു എൻ്റേത്. ഞാൻ ഇടിച്ചു കയറി നമുക്ക് അങ്ങനത്തെ ഒരാളായിരുന്നു, പതുങ്ങിയ ഒരാളായിരുന്നു. അപ്പം അങ്ങനെ ഒരു ദിവസം ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ പാട്ടുകൾ ധാരാളം ഇടുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ കുറച്ച് കൂട്ടുകാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും പിന്നീടത് ഇങ്ങനെ കുറേ പാട്ടുകളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ എന്നാലും പുറത്ത് ഉള്ള നമ്മുടെ പ്രിയ കൂട്ടുകാരും നമ്മളെ അങ്ങനെ അറിയത്തില്ല ഇന്നൊരാളുണ്ട് എന്നുള്ളത്. അപ്പം അങ്ങനെ ഏകദേശം ഞാൻ ഒരു പാട്ട് ഇതുപോലെ ഞാൻ സുഗമദേവി എന്നുള്ള സോങ്ങാണ്, വൈറലായ പാട്ട് സുഗമദേവിയാണ്. ഫസ്റ്റിലെ അതാണ് സുഗമദേവി എന്നുള്ള സോങ്ങാണ് ശരിക്കും ജനങ്ങളിലേക്ക് അങ്ങനെയാണ് ശരിക്കും ഇങ്ങനെ വൈറൽ ഗായകനായത്. തീർച്ചയായിട്ടും. ഇപ്പം നമ്മുടെ ഓണത്തിനീണം നമ്മുടെ പ്രൊഡ്യൂസർ മോഹനൻ പെരുന്താളൂരിൻ്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയാണ്. കാരണം ഒരുപാട് പ്ലേബാക്ക് സിംഗറെയൊക്കെ മലയാള ചലച്ചിത്ര രംഗത്തുള്ള തിളങ്ങി നിൽക്കുന്നവരെ ഉപയോഗപ്പെടുത്തിയാണ് മുഖ്യധാരയിലെ മാധ്യമങ്ങളൊക്കെ ഓണം ആഘോഷിക്കാറുള്ളത് അല്ലേ. ഇത് തന്നെ ഒരു വലിയ അത്ഭുതമല്ലേ, നമുക്കൊരു അവസരം ഇല്ലേ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കിട്ടുന്നത്. അപ്പം ഒട്ടനവധി താരങ്ങൾ, ശോഭയുള്ള ഒളിമങ്ങാത്ത താരങ്ങൾ പലപ്പോഴും പിന്നണിയിൽ കിടപ്പുണ്ട്. അവരെ തെരഞ്ഞു പിടിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ എത്തിക്കുക എന്നുള്ള അദ്ദേഹം ചെയ്യുന്ന ഒരു വലിയ കാര്യം. അപ്പൊ ഈ ഓണത്തിനൊരു ഈണമുണ്ട് അല്ലേ. ഓണം നമ്മുടെ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓണനാളുകളുടെ നല്ല ഓർമ്മകൾ ഈണത്തോടുകൂടി പുകഴ്ത്തിപ്പാടിയാണ് നമ്മളുടെ പരമ്പരകളൊക്കെ ആ ഓണത്തിനെ സന്നിവേശിപ്പിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഓണം എന്ന് പറയുമ്പോൾ മലയാളികൾ ഏറ്റവും കൂടുതൽ ഇന്ന് ഓണം ആഘോഷിക്കുന്നത് കേരളീയരല്ല എന്ന് വേണമെങ്കിൽ പറയാം. കേരളീയരല്ല എന്നല്ല, കേരളത്തിലല്ല എന്ന് പറയേണ്ടി വരും. കാരണം കേരളത്തിന് പുറത്തു പോയിട്ടുള്ള NRI മലയാളികളുണ്ട്. ഈ രാജ്യത്തിനകത്ത് ജീവിക്കുന്ന മലയാളികൾ, രാജ്യത്തിന് പുറത്ത് ജീവിക്കുന്ന മലയാളികൾ, അവരൊക്കെ ഓണം ആഘോഷിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് മലനാട് ജീവി മാത്രമാണ് തത്സമയം ജാർഖണ്ഡിൽ നിന്നും റാഞ്ചിയിൽ നിന്നും ഡൽഹിയിൽ നിന്നൊക്കെയുള്ള ഓണം പരിപാടികൾ വരുന്നുണ്ട്. അപ്പൊ ഈ പരിപാടികൾ അവരവിടെ എങ്ങനെയാണ് ഓണം ആഘോഷിക്കുന്നത്, ഏതൊക്കെ രീതിയിലാണ് നമ്മളുടെ കേരളത്തിനും അവിടെ അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നൊക്കെ കാണാൻ നിൽക്കുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഒരുപക്ഷെ കേരളത്തിലുള്ളവര് ഇൻസ്റ്റന്റ് സദ്യയൊക്കെ വരുത്തി തുടങ്ങി അല്ലേ. പക്ഷെ ഇന്ന് പുറം നാട്ടിൽ നിൽക്കുന്നവര് ഓണം പഴയതുപോലെ ആഘോഷിക്കാൻ അത്തപ്പൂക്കളം ഇടുകയും ഓണം ആഘോഷിക്കുകയും ക്ലബുകളിലൂടെയൊക്കെ അവർ അവരുടെ ഓണം ആഘോഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സാർ പറഞ്ഞ പോലെ തന്നെ ഈ പാട്ടുകൾ കൂടുതലും പുറത്തുള്ള കുറേ സുഹൃത്തുക്കൾ പ്രവാസികളാണ് അവരുടെ ഓണപ്പാട്ടുകൾ അല്ലെ. മലയാളികൾക്ക് മലയാള പാട്ടുകൾ പഴയ പാട്ടുകൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ മിക്കപ്പോഴും സുഹൃത്തുക്കൾ അവർ വിളിക്കുകയും കാര്യങ്ങൾ വിശേഷങ്ങൾ തിരക്കുകയും, ഒരു ദിവസം പാട്ട് കണ്ടില്ലെങ്കിൽ പോലും രണ്ടു ദിവസം കഴിയുമ്പോൾ എന്ത് പാട്ട് കാണുന്നില്ലല്ലോ എന്നുള്ള തിരക്കിലൊക്കെ ഉണ്ടാകും. അതിനകത്ത് പലരും ഗാനരചയിതാക്കളും സംഗീത സംവിധായകരും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെ കുറേ പാട്ടുകൾ ഞാനിപ്പോൾ പാടി പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. സോഷ്യൽ മീഡിയ വഴി നമുക്ക് വലിയൊരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നമ്മളുടെ പ്രവാസി മലയാളികളായിട്ടുള്ള ഓരോരുത്തർക്കും അല്ലേ ഈ ഓണത്തിന് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ബിനുവിന്റെ ശബ്ദ ഗാംഭീര്യത്തിൽ ഒരു പഴയ ഓണപ്പാട്ട്
നമുക്ക് കേൾക്കാം. എനിക്ക് തോന്നുന്നു ബിനുവിനെ നമുക്ക് ഇവിടെ പരിചയപ്പെടുത്തുമ്പോൾ പെരുന്നാൾ മോഹനം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ശബ്ദ ഗാംഭീര്യത്തെ കുറിച്ചാണ്. അപ്പം ആ ഒരു ഗാംഭീര്യം ഉള്ള ശബ്ദത്തിൽ ഇമ്പമാർന്ന ഈണത്തിൽ ഓണത്തിനീണം എന്ന ഈ പങ്ക്തിയിലൂടെ ആദ്യത്തെ പാട്ട് നമുക്ക് കാണാം. ഞാൻ സലിൽ ചൗധരി സാറിൻ്റെ ONV സാറിൻ്റെ രചനയിൽ ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിൽ ദാസേട്ടൻ ആലപിച്ച ഓണപ്പൂവേ എന്നുള്ള അടിപൊളി. അത് പ്രത്യേകിച്ച് പ്രവാസികൾക്ക് കൂട്ടുകാർക്കെല്ലാം ഭയങ്കര ഇഷ്ടമുള്ള സോങ്ങാണ്. അവർ നാട്ടിൽ വരുമ്പോൾ എവിടെ വെച്ച് കണ്ടാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷന് പോയാലും അവർ ഈ പാട്ടാണ് അവർ മെയിനായിട്ടും ആവശ്യപ്പെടുന്ന ഒരു പാട്ടാണ്. അപ്പം അതിൻ്റെ ഏതാനും വരികൾ തീർച്ചയായിട്ടും പാടാം. ഓണപ്പൂവേ ഓമൽപ്പൂവേ നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ 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 ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽപ്പൂവേ പൂവേ പൂവേ നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ 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 അന്തർദാഹ സംഗീതമാ സന്ധ്യാ പുഷ്പ സൗരഭമായ അന്തർദാഹ സംഗീതമാ സന്ധ്യാ പുഷ്പ സൗരഭമാ അനുഭൂതികൾ പൊന്നിതളിതളായി അഴകിൽ വിരിയും തീരമിത ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽപ്പൂവേ പൂവേ പൂവേ നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. സൂപ്പർ, ഗംഭീരം. അതിന്റെ പ്രവാസികൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ഒരു ഇമോഷണൽ സോങ് കൂടെയാണ് എല്ലാവർക്കും തലയിൽ എപ്പോഴും സലിൽ ചൗധരി സാറ് അതിന്റെ ആ ഭാവം അല്ലേ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓണത്തിന്റെ പ്രണയത്തിന്റെയും ഒക്കെ ആ ഭാവത്തിനെ ഇപ്പൊ ദാസേട്ടൻ അത് പാടി മനോഹരമാക്കി നമുക്ക് അതിന്റെ 7 അയലത്ത് പോലും ചെല്ലാൻ പറ്റത്തില്ല. ഇതാന്നൊക്കെ പറയുന്ന അയ്യോ അത്രയ്ക്ക് സൂപ്പറാക്കി വെച്ചിരിക്കുന്നത്. നസീർ സാറിന്റെ അഭിനയവും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സാറ് പാടിയെങ്കിൽ പോലും നസീർ സാറാണ് പാടുന്നതെന്ന് തോന്നിപ്പോകുന്ന അഭിനയം. അല്ല, പലപ്പോഴും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ പഴയ ഗാനങ്ങൾ, ഇപ്പം 60കളിലൊക്കെ ഗാനങ്ങൾ ഒരു സുവർണ്ണകാലമായിട്ടായിരുന്നു മലയാള സിനിമയുടെ ഗാനശാലയ്ക്ക്. അതിനുശേഷം ഇന്നത്തെ സിനിമകളിലുള്ള പാട്ടുകളൊക്കെ നമുക്ക് ഇതേപോലെ മനസ്സിൽ തങ്ങി നിൽക്കുന്നില്ലെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ അത് ആരുടെയും കുഴപ്പമില്ല. എന്നിപ്പോ അത് ആവശ്യം, ഇപ്പോഴത്തെ ജനറേഷൻ അത് ആവശ്യമായത് ഫാസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് നമ്മൾ അതിനെ കുറ്റം പറയുന്നില്ല. എന്നിരുന്നാൽ തന്നെയും ഇടയ്ക്ക് ഓരോ മെലഡി വന്നാൽ ജനങ്ങൾക്ക് അത് ഇഷ്ടമാണ്. കാരണം അർത്ഥഗാംഭീര്യമുള്ള വരികളും കുറവാണ്. മാത്രമല്ല നല്ല സിനിമകൾ ഇപ്പം തിയേറ്ററുകളിൽ നല്ല ഈ കഴിഞ്ഞ ഞാൻ തുടക്കം എന്ന് പറഞ്ഞ സിനിമ കാണുകയുണ്ടായി. അപ്പൊ അതിനകത്ത് നല്ല സോങ്ങുകൾ നമുക്ക് വരാൻ പറ്റുന്ന സിറ്റുവേഷനുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പൊ വേറൊരു സ്റ്റൈലിലേക്ക് അത് വന്നുകൊണ്ട് നമ്മൾ കുറ്റപ്പെടുത്തുമല്ല. എന്നിരുന്നാൽ തന്നെയും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അത് പ്രധാനമായിട്ടും മിനി പറഞ്ഞ പോലെ ഈ പ്രേക്ഷകൻ ആഗ്രഹിക്കുന്ന സീക്വൻസ് അല്ലെ സിറ്റുവേഷൻസ് കൊടുക്കാൻ സംവിധാനം തയ്യാറായില്ലെങ്കിൽ അവൻ പ്രേക്ഷകനൊപ്പം എത്തത്തില്ല. പണ്ടത്തെ നമ്മുടെ സിനിമകളിലൊക്കെ അങ്ങനെയാണ്. പ്രേക്ഷകൻ കഥയിൽ ഇങ്ങനെ അടുത്ത സീനിൽ ഇന്നത് വരും, അല്ലെങ്കിൽ ഈ പാട്ട് പോലെ ഒരു പാട്ട് വന്നാൽ കൊള്ളാം എന്ന് അവന് തോന്നുന്ന സമയത്ത് ആ പാട്ട് സന്നിവേശിപ്പിക്കുമ്പോഴാണ് ആ സിനിമ സംവിധാനം വിജയിക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു ഞാൻ ഇപ്പം തൊട്ട് മുമ്പ് എടുത്ത ഇതിൽ പറയായിരുന്നു, പണ്ട് മുൻകാലങ്ങളിൽ ചലച്ചിത്ര ലോകം, മലയാള സിനിമാ ലോകം എന്ന് പറയുന്നത് ഒരു സബരിയാക്കിയ സംവിധായകരും അഭിനേതാക്കളുമായിരുന്നു വന്നിരുന്നത്. നസീർ സാറിന്റെയും ഈ പറഞ്ഞ പോലെ അന്നത്തെ കാലഘട്ടത്തിലുള്ളവരെല്ലാം തമ്മിലൊരു ബോണ്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ. ഇന്നിപ്പോ മലയാളം ദൃശ്യമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ കണ്ടാൽ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും. മാധ്യമരംഗത്തെ അല്ലെ ഈ ചലച്ചിത്ര രംഗത്തെ അധപതനം അല്ലെങ്കിൽ തീർച്ചയായിട്ടും. നമുക്ക് വേറൊരു പാട്ടിലേക്ക് പോവാം. എനിക്ക് തോന്നുന്നത് ഞാൻ ഒന്ന് ഈ എൻ്റെ ഒരു അസംഷനാണ്, ഇപ്പോൾ ബിരുവിന്റെ ആ പാട്ട് ഒന്നുകൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളുണ്ട്, ഈ സുഗമോ ദേവി. നമുക്ക് അതൊക്കെ പാടിയിട്ടൊക്കെ പോവാം. കാരണം
ഞാൻ ഒരു വൈറലായ പാട്ടാണല്ലോ നമ്മുടെ. സുഗമാദേവി എന്നുള്ള സോങ് ഞാൻ പിന്നെ ഏറ്റവും ഞാൻ സ്കൂളുകളിലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട സോങ്ങാണ്. അന്ന് ഈ ലളിതഗാന മത്സരമുണ്ട്. അതെ അതെ അതെ. അപ്പം അന്ന് ഈ റേഡിയോ ഉള്ള സമയത്ത് അന്ന് പക്ഷേങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിൽ പക്ഷേ അതിന് കേൾക്കാനുള്ള ലളിതഗാനം പഠിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന പാട്ട് ഈ സുഗമദേവി ഇങ്ങനെയുള്ള പാട്ടുകൾ പപ്പ നന്നായിട്ട് പാടുമായിരുന്നു. അപ്പം ആ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ലളിതഗാനത്തിന് മത്സരിച്ച്, പക്ഷെ പ്രൈസ് കിട്ടിയിട്ടില്ല, ലളിതഗാനമല്ലല്ലോ. അങ്ങനെ ഈ പാട്ട് അന്ന് തൊട്ടേ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇങ്ങനൊരു പ്ലാറ്റ്ഫോം വന്നപ്പോൾ നമ്മൾ അത് പാടിയിടുകയും അത് ജനങ്ങൾ ഏറ്റെടുക്കുകയും അതെനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ കൂട്ടുകാരൊക്കെ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു ഈ ഒരു പാട്ടിലൂടെ. പിന്നീട് ആ ഒരു പാട്ടിന് ശേഷം പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഏത് പാട്ടും ജനങ്ങളെ കേൾക്കാൻ അവർ കാതോർത്തിരിക്കുവാനും എൻ്റെ കുറ്റങ്ങൾ പറഞ്ഞു തിരുത്തുകയും എല്ലാം ഞാൻ ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്യുമായിരുന്നു. കുറേ നല്ല സുഹൃത്തുക്കളെ എനിക്ക് കിട്ടിയ ഒരുപാട് സുഹൃത്തുക്കൾ, പ്രവാസികളും ഉണ്ട്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് എല്ലാവരും അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാം. സ്പെഷ്യലായിട്ട് ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ? സ്പെഷ്യലായിട്ട് പിന്നെ നമ്മുടെ എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ എനിക്ക് പിന്നെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അവർക്ക് വേണ്ടിയിട്ട്. പിന്നെ ഒരാളുടെ പേരെടുത്ത് പറയുന്നില്ലാണ്, എല്ലാവരും പ്രിയപ്പെട്ടവരാണ്. തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടിയിട്ട് ഒരു ഗാനം. അതെ, നമ്മുടെ സുഗമദേവി തന്നെ, സുഗമദേവിയിലെ എന്നത്തെ ചരണം തൊട്ട് ചരണത്തിലെ വരികൾ. അഞ്ജനം തോടും കുഞ്ഞു പൂക്കളും അഞ്ജിതമാപ്പീലിയും അഞ്ജനം തോടും കുഞ്ഞു പൂക്കളും അഞ്ജിതമാപ്പീലിയും അഴകിൽ കോതിയ മുടിയിൽ തിരുകി അഴകിൽ കോതിയ മുടിയിൽ തിരുകി കളമൊഴികൾ കുശലം ചൊല്ലും കളമൊഴികൾ കുശലം ചൊല്ലും സുഖമോ ദേവി സുഖമോ ദേവി സുഖമോ ദേവി സുഖമോ സുഖമോ. ആ കാലഘട്ടത്തില് തരംഗിണി ഒരു വലിയ ഒരു സ്ഥാപനമായിരുന്നു ദാസേട്ടൻ്റെ. ആ തരംഗിണിയിൽ എല്ലാ കാലത്തും ഓണം വരുമ്പോൾ നമ്മളൊരു പ്രതീക്ഷയുണ്ട്, നമ്മൾ കാതോർത്തിരിക്കുമായിരുന്നു. അതെ, പുതിയ ഒരു ഗാനം അല്ലെങ്കിൽ ഒരു പുതിയ കാസറ്റ് ഇറങ്ങുന്നുണ്ട്. നമ്മൾ അതിന് കാതോർത്തിരിക്കുന്ന സമയം അല്ലേ, പുതിയ പാട്ടുകൾ. അതെ 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 അതെ. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമുക്ക് തരംഗിണിയുടെ ഓണപ്പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മലയാളികൾ നൊസ്റ്റാൾജിയാണ്. ശരിക്കും ഓണപ്പാട്ടുകൾ ആഘോഷങ്ങളുടെയൊക്കെ ആണെങ്കിലും തരംഗിണി ഇറക്കിയ പാട്ടുകളിൽ ഒരു പക്ഷെ ആരോ കമിഴ്ത്തി വെച്ച ഓട്ടുരുളി പോലെ അതൊക്കെ ഒരു ചെറിയ ഡീറ്റെയിലും കൂടെ ഇടമെങ്കിൽ ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു ആ സമയത്ത് ദൂരദർശൻ ചാനലില് പരസ്യം വന്നു ഇങ്ങനെ ദാസേട്ടനും സുജാ ചേച്ചിയൊക്കെ പാടി അഭിനയിക്കുന്നത്. അപ്പൊ അന്ന് ഭയങ്കര, അന്ന് ഈ TV ഒന്നും വീട്ടിലില്ലാത്ത സമയത്ത് ഇതെങ്ങനെ ഒന്ന് കാണാം ചോടിപ്പോയി നടന്ന ആ സമയത്ത് 60കളിലെ കിഡ്സാണ് നമ്മളൊക്കെ, 70കളിലെ കിഡ്സ്. അപ്പൊ പറയാം 60-70 കാലഘട്ടങ്ങളിലൊരു ശരിക്കും പറഞ്ഞാൽ നൈർമല്യമുള്ള ഗോഡ്സ് ഓൺ കണ്ടിന്റെ സുവർണ്ണ കാലഘട്ടമായിരുന്നു അല്ലേ. എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്പർദ്ധയൊന്നും ഇല്ലാതെ എന്റെ പടച്ചോൻ നിന്റെ പടച്ചോൻ നമ്മുടെ മുഹാദ് വെമ്പ എഴുതിയ ഗാനം പോലെ പണ്ടും കണ്ടൊരു നാടുണ്ടായിരുന്നു എന്നുള്ളൊരു പാട്ടിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒത്തിണങ്ങിയ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തില് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ യൂണിറ്റിയും ഡൈവേഴ്സിറ്റിയെ ചേർത്ത് പിടിച്ച ഒട്ടനവധി കാസറ്റുകളുണ്ട്. ഈ പറയുന്ന ഓണത്തിന്റെ പാട്ടുകളിൽ എല്ലാവരും മൂളി നടന്നൊരു പാട്ടുണ്ടായിരുന്നു അല്ലേ. അതിൽ ആരോ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആരോ കമിഴ്ത്തി വെച്ച ഒട്ടുരുളി പോലെ ചെറിയ നീറ്റലും കൂടെ നൽകുന്ന ഓണത്തിന്റെ ബഹളങ്ങൾക്കിടയിൽ വിരഹത്തിന്റെയും വേർപാടിന്റെയും ഒക്കെ വേദനയും കൂടെ പകർന്നുകൊണ്ടുള്ള പാട്ടുകളും ഉണ്ടായിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും അങ്ങനത്തെ പാട്ടുകൾ ആ സമയത്ത് ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ സാർ പറഞ്ഞ പോലെ ഫീൽ ഉണ്ടാക്കുന്ന ഒരു സോങ്. എനിക്ക് എപ്പോഴും നൊസ്റ്റാൾജിയാണ് അത് കേൾക്കുമ്പോൾ കണ്ണടച്ച് നമ്മൾ ഇങ്ങനെ മുഴുകിപ്പോവും. ആ പാട്ട് ആരോ കമിഴ്ത്തി വെച്ച ഒട്ടുരുളി പോലെ എന്ന് പറയുന്നത് ആ പഴയ തറവാടും ആ തറവാടിൻ്റെതായിട്ടുള്ള നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടുകളും ഇന്ന് ഈ ആറ്റം മോണോ ഫാമിലികളായിട്ട് മാറിയല്ലോ. എല്ലാവരും ചെറിയ ചെറിയ വീടുകൾക്കുള്ളിൽ ഒതുങ്ങുന്ന കുടുംബങ്ങളായിട്ട് മാറി. അന്ന് കൂട്ടുകുടുംബമൊക്കെയാണ്. ഈ കൂട്ടുകുടുംബങ്ങളിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ ഈ പാട്ടുകൾ ഒരിക്കലും തമസ്കരിക്കാൻ കഴിയില്ല. അപ്പൊ ആരോ കമിഴ്ത്തി വെച്ച ഒട്ടുരുളി നമുക്കൊന്ന് ആലോചിച്ചൂടെ? ഓക്കെ, ഒരു ഓർമ്മയിൽ ആലോചിക്കാം. അതെ, തീർച്ചയായിട്ടും.
ആരോ കമഴ്ത്തി വച്ചൊരോട്ടുരുളി പോലെ ആകാശത്താവണി തിങ്കൾ. ആരോ കമഴ്ത്തി വച്ചൊരോട്ടുരുളി പോലെ ആകാശത്താവണി തിങ്കൾ. പഴകിയൊരോർമ്മയാൽ മിഴിനീരുവാർക്കും, പഴകിയൊരോർമ്മയാൽ മിഴിനീരുവാർക്കും. പാഴിരുൾ തറവാടൻ മുന്നിൽ ഒരിക്കൽ കൂടി തിരുമുറ്റത്തെത്തുന്നു ഊണനിലാവും ഞാനും, ഈ ഊണനിലാവും ഞാനും. എന്താ വരികളല്ലേ, ഉഗ്രം വരികൾ. തറ നിറയെ പൊന്നളക്കും അതൊരു ഫെസ്റ്റിവൽ മൂഡിലുള്ള ഒരു പാട്ടായിരുന്നു. അങ്ങനത്തെ പാട്ടുകൾ ഒട്ടനവധി ഗാനങ്ങൾ സംഭാവന ചെയ്തിട്ടുണ്ടാവും. വേറെ നമുക്ക് ഒരു പാട്ടിലേക്ക് പോയാൽ, ഒരു ചലച്ചിത്ര ഗാനത്തിലേക്ക് വേണമെങ്കിൽ പോകാം. ഓണത്തിൻ്റെതായിട്ടുള്ള ചട്ടക്കൂടുകളിൽ നിന്നും. അതെ 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 അതെ. ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു പാട്ട് ഇതുപോലെ കൂടുതൽ ഒരു ലളിതഗാനമായിരുന്നു, അതിൻ്റെ ഏതാനും ചില വരികൾ പാടാം. നീലാംബര പൂക്കൾ തോരണം ചാർത്തുന്ന നീലത്തഴച്ചുരുൾ വേണി, നിന്റെ പ്രണയ സാമ്രാജ്യത്തിൻ തടങ്കൽ പാളയത്തിൽ തുറുങ്കിൽ കിടക്കുമെന്നെ സ്വതന്ത്രനാക്കൂ, നിന്റെ സ്വന്തമാക്കൂ. നീലാംബര പൂക്കൾ തോരണം ചാർത്തുന്ന നീലത്തഴച്ചുരുൾ വേണി, നിന്റെ പ്രണയ സാമ്രാജ്യത്തിൻ തടങ്കൽ പാളയത്തിൽ തുറുങ്കിൽ കിടക്കുമെന്നെ സ്വതന്ത്രനാക്കൂ, നിന്റെ സ്വന്തമാക്കൂ. ശീതരസാഞ്ജനം ചാലിച്ചെഴുതിയ നീലനിമീലികകൾ, നീലനിമീലികകൾ മാടി വിളിക്കും നിന്റെ ശയ്യാഗ്രഹങ്ങളിലെ ശൃംഗാര സംഗമങ്ങൾ. അടിമയാക്കി എന്നെ അടിമയാക്കി നീലാംബര പൂക്കൾ തോരണം ചാർത്തുന്ന നീലത്തഴച്ചുരുൾ വേണി, നിന്റെ പ്രണയ സാമ്രാജ്യത്തിൻ തടങ്കൽ പാളയത്തിൽ തുറുങ്കിൽ കിടക്കുമെന്നെ സ്വതന്ത്രനാക്കൂ, നിന്റെ സ്വന്തമാക്കൂ. ഈ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ ഗാനശാഖയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ജീവിതമാണ് പാട്ടും ഗാനങ്ങളും ഒക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ. ഗാനമേളകൾക്കൊക്കെ പാടുന്നുണ്ടോ? എങ്ങനെയാണ് പാടാറുണ്ടായിരുന്നു? പ്രിയ സുഹൃത്തുക്കൾ, നമ്മുടെ BB ഓഡിയോസ്, ഇങ്ങനെ പിന്നെ ആലപ്പുഴ കമ്മ്യൂണിക്കേഷൻ, കുറച്ച് ഗാനമേള നമുക്ക് പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട്. അവരോടൊപ്പം ദീർഘകാലം ഞാൻ MGM ഓർക്കസ്ട്രയുടെ കൂടെ ഏകദേശം ഒരു 4-5 വർഷത്തോളം MGM ഓർക്കസ്ട്രയുടെ കൂടെ പാടിയിരുന്നു. അന്ന് നല്ല നല്ല പാട്ടുകൾ പിന്നെ പാടുന്ന സമയങ്ങളായിരുന്നു. നല്ല നല്ല പാട്ടുകൾ, കൂടുതലും മെലഡീസ് ആണ്, കൂടുതലും ക്ലാസിക്കൽ സെമി ക്ലാസിക്കൽ പാട്ടുകളായിരിക്കും. ഈ പിന്നെ സംഗീതം അഭ്യസിച്ചതൊക്കെ, സംഗീതം അഭ്യസിച്ചത് പിന്നെ 2 ഗുരുക്കന്മാരുണ്ട്. ഒന്ന് ചെങ്ങന്നൂർ ജയചന്ദ്രൻ സാറ്, പിന്നെ AK ലാൽ സാറ്. 2 പേരുടെ കീഴിലാണ്. AK ലാൽ സാറിൻ്റെ കീഴിലാണ് ശരിക്കും കച്ചേരി അരങ്ങേറുന്നത്. ഓക്കെ ഓക്കെ. കൂടുതലും നമുക്കിപ്പം റെക്കോർഡിംഗ് ആണെന്ന് പറഞ്ഞു, കൂടുതലും ക്ലാസിക്കൽ. അത് പിന്നെ ഡിവോഷണൽ സോങ്സ് ആണോ അതോ? ഡിവോഷണൽ സോങ് ഉണ്ട്, പിന്നെ ഈ ആൽബം സോങ്ങുകൾ, അതിനോടൊപ്പം ചെറിയ സിനിമകളൊക്കെ. ചെറിയ സിനിമകൾ. അപ്പോൾ സിനിമകൾ എത്ര എണ്ണം പാടി? നമ്മൾ സിനിമകൾ ഏകദേശം ഒരു 4-5 സിനിമയോളം ചെറിയ സിനിമകളിൽ പാടിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? അന്ന് മൃദുഭാവേ ദൃഢകൃത്യം എന്ന് പറഞ്ഞ മൂവി. ഞാൻ ആദ്യം പാടുന്നത് മഴമേഘത്തുള്ളി പോലെയാണ്.
പിന്നെ ഈ കുവൈറ്റ് ചിത്രീകരണം ചെയ്ത വിക്രമൻ എന്ന് പറഞ്ഞ സിനിമയിൽ. പക്ഷേ അതിനൊക്കെ പാട്ടുകളൊക്കെ നല്ല ബ്യൂട്ടിഫുൾ സോങ്ങാണ്. ജോസി പുല്ലാടിൻ്റെ സംഗീതത്തിലാണ് ഈ വിക്രമൻ എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു സോങ്. ഓക്കെ ഓക്കെ. മനസ്സേ നീ എന്ന് മുന്നിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ശോകഗാനമാണ്. നല്ല മനോഹരമായ രണ്ട് വരികളൊന്ന് ആലോചിക്കാം, പടം കാണുന്നവർക്കും കാണാനിരിക്കുന്നവർക്കും. അതെ അതെ അതെ. മനസ്സേ നീ എന്നുമെന്നിൽ കനൽ പൊയ്കയായിതാ, നിഴലാർന്നൊരോർമ്മയില്ല മിഴിപ്പൂക്കളായിതാ, എന്നോ അകലെ നീ പോയി മറഞ്ഞേകയാ, മഴമേഘമായി ദൂരയാ, താരാട്ടിൻ പാട്ടിനായൻ മനം കാതോർത്തു കാത്തിരിപ്പൂ, അരികിൽ നീയൊന്നു വരികിൽ അഴകിനോർമ്മയായി, മനസ്സേ നീ എന്നുമെന്നിൽ കനൽ പൊയ്കയായിതാ, നിഴലാർന്നൊരോർമ്മയില്ല മിഴിപ്പൂക്കളായിതാ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ അച്ഛനുണ്ട്, അമ്മ മരിച്ചു പോയിട്ട് ഇപ്പം ഒരു 3 വർഷമാകുന്നു. പിന്നെ വൈഫ്, 2 മക്കളുണ്ട്. 2 മക്കൾ, ഒന്ന് ആർദ്ര, അനശ്വര. ഒരു മൂത്ത മോടെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞൊരു മോനുണ്ട്, ഞങ്ങളുടെ ഡെറിക് മോന്. മക്കളൊക്കെ പാടുമായിരുന്നു? മോള് ഇളയവിള നന്നായിട്ട് പാടി. ഇപ്പോൾ അഭിനയത്തോടൊക്കെ താല്പര്യമുണ്ട്. ഇപ്പോൾ LLBക്ക് പഠിക്കാൻ. വെരി ഗുഡ്. അപ്പോൾ എല്ലാവർക്കും ഒരു വലിയ ഓണ ആശംസകൾ. പിന്നെ എനിക്കൊന്ന് ടീച്ചറാണല്ലേ വൈഫ്? ടീച്ചറിന്റെ സപ്പോർട്ട് എങ്ങനെയാണ് ഇതിനകത്ത്? തീർച്ചയായിട്ടും വലിയ സപ്പോർട്ട് തന്നെയാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് ഒരു പാട്ടുകൾ ഞാൻ പാടിയ ശേഷം, സ്റ്റുഡിയോയിൽ പാടിയ ശേഷം ഞാൻ അദ്ദേഹത്തെ വിളിച്ചാണ് കേൾപ്പിക്കാറുണ്ട്. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞുതരും. നമ്മളൊരു എന്താണ് ഒരു ബോണ്ടിങ് അങ്ങ് മനസ്സിലായി. മലനാട് ടിവിയുടെ ഈ ഫ്ലോറിലേക്ക് വൈകിയാണ് എത്തുന്നത് അല്ലേ? തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് വൈകി എത്തുമ്പോൾ അത്രയും കിലോമീറ്റർ യാത്ര ചെയ്ത് ഭർത്താവിനോടൊപ്പം വന്ന് ഒരു സപ്പോർട്ട് നൽകണമെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഭയങ്കര സപ്പോർട്ടാണ്. നമുക്ക് അത് ഇന്നും അവള് അന്ന് മുതൽ ഇന്ന് വരെ അതുപോലെ കീപ്പ് ചെയ്തു. ടീച്ചറിന് ഒരു വലിയ ആശംസകൾ. അപ്പം നമുക്ക് എന്തായാലും ഓണത്തിൻ്റെതായിട്ടുള്ള ഓർമ്മകൾ ഇപ്പം പലപ്പോഴും യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ട്, ഗാനമേളകൾ അറിഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഓണവുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പങ്കുവയ്ക്കാം. ഓണമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള അനുഭവം നമ്മുടെ ഈ പാട്ട് സംബന്ധമായിട്ടുള്ള ഒരു പ്രോഗ്രാം, ഒരു ക്ലബിൻ്റെ പ്രോഗ്രാമായിരുന്നു. അപ്പോൾ അതൊരു രസകരം, ഒരു ക്ലബിൻ്റെ പ്രോഗ്രാമിന് എന്നെ പാടാൻ വിളിച്ചു. എനിക്ക് പ്രസംഗിക്കാനൊന്നും അത്ര അറിയില്ല. അപ്പോൾ അവരൊരു ക്ലബ് എന്നെ പാടാൻ വിളിച്ചപ്പോൾ അത് ഞാൻ ഓക്കെ വരാമെന്ന് പറഞ്ഞ് പോയി. ഇപ്പോൾ രാത്രി ഒരു 8-9 മണി കണ്ടായി. അപ്പോൾ ഞാൻ ചെന്നപ്പം ഒരു ഗ്രൗണ്ട് നിറച്ച ആൾ. അപ്പോൾ എൻ്റെ പ്രോഗ്രാമാണ്, ഞാൻ മാത്രമേ ഉള്ളൂ. അന്ന് ട്രാക്ക് ഇട്ട് പാടുക, അതിഥിയാണ്, അന്ന് ട്രാക്ക് ഇട്ട് പാടുകയാണ്. അപ്പോൾ ഞാൻ ഈ പാട്ട് പാടുമെങ്കിൽ പോലും ഈ പ്രസംഗിക്കുന്നത് എനിക്ക് വലിയ ഒഴിഞ്ഞു മാറും. ഞാൻ എന്തുണ്ടെങ്കിലും അങ്ങനെ. അപ്പം ഞാനതുവരെ അങ്ങനെ. അപ്പം അവിടെ ചെന്ന് സ്റ്റേജിൽ കയറി. അപ്പം ബിനു ആൻ്റണി എത്തിയിട്ടുണ്ട്, നമുക്ക് സ്റ്റേജിലേക്ക് വിളിച്ചിരുത്താം. അപ്പം ഞാൻ ബാക്കി കസേരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് അവിടെ ഇത് ചെയ്യുന്ന ആങ്കർ ചെയ്യുന്ന അദ്ദേഹം അത് പറഞ്ഞു, ഇതുപോലെ ആദ്യമായി നമുക്ക് ഇതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ശ്രീ ബിനു ആൻ്റണി ഉദ്ഘാടനം ചെയ്ത് 2 വാക്ക് പ്രസംഗിക്കുന്നത്. പാടാൻ വിളിച്ചിട്ട് ഉദ്ഘാടകനാക്കി കയ്യും കാലും വിറച്ചിട്ട് ആ സ്റ്റേജ് ഉൾപ്പെടെ അങ്ങ് വിറയ്ക്കുക. ഞാനവിടെ ചെന്തും ഞാൻ ഒരുവിധം എന്തൊക്കെയോ പറഞ്ഞു. അവർക്കും മനസ്സിലായില്ല, എനിക്കും. ഞാൻ പിന്നെ ഏകദേശം 2-3-4 വരികളിലൂടെ ഒതുക്കി ചുരുക്കി. പിന്നെ ഞാൻ പറഞ്ഞു, അതുപോലെ ഞാൻ അത്ര എനിക്ക് എന്തെങ്കിലും തെറ്റുകുറ്റം ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ടാണ്. അത് തിരുവല്ല പൊടിയാടി എന്ന് പറഞ്ഞ പഴയ കാലഘട്ടത്തിൽ നമ്മളെ അന്നത്തെ കാലത്തൊക്കെ എല്ലാവരും അല്ലേ ക്ലബിന്റെ ഒക്കെ പരിപാടിക്ക് ഭയങ്കര ജനകീയമായ ഒരു സദസ്സുണ്ടാകും അല്ലേ? പലരും ഒരു സദസ്സിൽ ഇതുപോലെ 7 സ്വരങ്ങൾ എന്നുള്ള പാട്ടാണെന്ന് തോന്നുന്നു. 7 സ്വരങ്ങൾ പാടിക്കൊണ്ടിരുന്നപ്പോഴത്തേന് ആ ട്രാക്ക് ഇട്ട് പാടുക. അന്ന് ഇതുപോലെ നമ്മുടെ പ്രിയ മോൻസി എന്ന് പറഞ്ഞ
അദ്ദേഹം ഇപ്പോൾ വലിയ സംഗീത സംവിധാനമൊക്കെയാണ്. മ്യൂസിക് മോൻസി അറിയാം. മോൻസി അദ്ദേഹം ഈ സൗണ്ട് ഓപ്പറേറ്ററാണ്. പിൽക്കാലത്ത് അദ്ദേഹം മ്യൂസിക്കിനോട് ഭയങ്കര താല്പര്യമുള്ളതാണ്. അദ്ദേഹം മ്യൂസിക്കിലേക്ക് തിരിഞ്ഞ് പിന്നെ അതെല്ലാം വിട്ട് അപ്പോൾ അവൻ എന്നെ ഇതുപോലെ കൊണ്ടുപോയി ഒരു ദിവസം. പ്രിയപ്പെട്ട മോൻസി എന്നെ ഇതുപോലെ കൊണ്ടുപോയി. അപ്പോൾ ഇതുപോലൊരു പരിപാടിയാണ്, ഇത് ഓണപരിപാടിയാണ്. അപ്പോൾ ഇതുപോലെ കേരളം ഫസ്റ്റ് കേരളം സോങ് പാടി, സെക്കൻഡ് ഇതുപോലെ ഇങ്ങനെ വന്ന 7 സ്വരങ്ങൾ 7 സ്വരങ്ങൾ പാടിയപ്പോഴത്തേന് പെട്ടെന്ന് വന്നിട്ട് നിർത്തറ എന്ന് പറഞ്ഞിട്ട് ഒരു പെട്ടെന്നൊരു ആകെ ഇതായി. പിന്നെ അത് പിന്നെ ട്രാക്കിട്ട് നീ വായനക്കുമല്ലേ എന്ന് പറഞ്ഞിട്ട് ട്രാക്കിട്ട് വായനക്കുമല്ലേ നിർത്താൻ പറഞ്ഞു. കരോക്കെ ഇല്ലാതെ പാട് എന്ന് പറഞ്ഞു. കരോക്കെ ഇല്ലാതെ ഞാൻ പാടി കഴിഞ്ഞപ്പോഴത്തേന് സാധാരണ പിന്നെ ഉണ്ടാകുന്ന ഒരു അനുഭവം, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ അനുഭവം. അദ്ദേഹം അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും ആ പാട്ട് ഞാൻ അല്ലാതെ ട്രാക്കില്ലാതെ പാടിക്കഴിഞ്ഞ ശേഷം അദ്ദേഹം എന്നെ വിളിച്ചുകൊണ്ട് മാറ്റി നിർത്തി എനിക്കൊരു കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നിട്ട് അദ്ദേഹം എന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് എന്നെ അവിടെ ഇരുത്തിയിട്ട് അദ്ദേഹം തൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ ഒരു കണ്ണുനീരിങ്ങനെ വരാറായ കണ്ണ് നിറഞ്ഞിരിക്കുന്നു. അബദ്ധം പറ്റി. അപ്പം ഭയങ്കര സന്തോഷം കൊണ്ടിട്ട് അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അദ്ദേഹത്തെ ഇത് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, ഇപ്പോൾ അങ്ങ് സ്വാഭാവികം. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് കിട്ടുന്ന വലിയൊരു അവാർഡാണ്. തീർച്ചയായിട്ടും വലിയൊരു അവാർഡാണ്. അല്ല, അത് ആരായാലും കേട്ടോ, ആ ഒരു ചേട്ടൻ അത് അദ്ദേഹം അത്രത്തോളം പാട്ടിനെ സ്നേഹിക്കുന്നതുകൊണ്ടായിരിക്കാം തീർച്ചയായിട്ടും ഒരു റിസംബ്ലൻസ് ആ സൗണ്ടിൽ വന്ന് അല്ലേ. അതെ ദാസേട്ടന്റെ ആ മൃഗ അതേപോലെ ഇവിടെ സാമ്യമെല്ലാം അദ്ദേഹം പെട്ടെന്ന് കൺഫ്യൂഷൻ ആയി കാണും. അപ്പൊ അത് പാട്ട് പ്ലസ് മൈനസ് അല്ല. തീർച്ചയായിട്ടും അതൊരു വലിയ ഒരു അവാർഡ് പോലെ ഞാൻ കരുതുന്നുണ്ട്. പാട്ട് നമുക്ക് എന്താ പറയുന്നത്, അതും 7 സ്വരങ്ങൾ എന്നുള്ള സോങ് ആയിരുന്നു. അന്നൊരു തോളത്തിനങ്ങ് പാടി. അന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ട്രാക്കിട്ട് നമ്മൾ കുറേ ട്രാക്കിലിട്ടിട്ട് ഇങ്ങനെ എൻ്റെ പ്രോഗ്രാമായിട്ട് വെച്ചിരുന്നൊരു സോങ് ആയിരുന്നു. തീർച്ചയായിട്ടും. അപ്പം രസകരമായ ഒരു അനുഭവമാണ് ഇപ്പം പറഞ്ഞത്. കാരണം പല ഗായകരും പറയാത്ത കാര്യങ്ങളാണ് കേട്ടോ. കാരണം ഒരു കാലത്ത് മലയാളത്തിലെ പിന്നെ ഗാനമേള ട്രൂപ്പുകൾ ജനങ്ങളെ വഞ്ചിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വാർത്ത വന്നിരുന്നു. എല്ലാവരും ഇതേപോലെ കരോക്കയ്ക്ക് പകരം പോസിറ്റീവ് ട്രാക്ക് ഇട്ടാണ് പാടുന്നത്, ശബ്ദം തന്നെ അവർ വെറുതെ ചുണ്ടനക്കുന്നുള്ളൂ. ഒരുപക്ഷെ ലാലേട്ടന്റെ ഒരു വേദിയിൽ തന്നെ അത് വലിയ വിഷയമായില്ലേ ട്രിവാൻഡ്രത്ത്. അപ്പം ആ ഒരു കാലത്ത് ഇത് അങ്ങനെയുള്ള വാർത്തകൾക്കിടയിൽ ഇദ്ദേഹത്തിന് തോന്നിയത് തെറ്റല്ല അദ്ദേഹത്തിന്റെ. പക്ഷെ പിന്നീട് വോക്കല് കേട്ടിട്ട് അദ്ദേഹം അത് റിഗ്രറ്റ് ചെയ്തു, വീട്ടിൽ കൊണ്ടുപോയി. ആ ചേട്ടന്റെ പേരുമല്ലോ പറഞ്ഞു. ചേട്ടനെ പിന്നെ ഞാൻ കണ്ടിരിക്കുന്നു മഹേഷ് എന്നാണെന്ന് എനിക്ക് തോന്നുന്നു. എവിടെ, പൊടിയാടിയാണോ? അതോ പൊടിയാടിന്ന് ഇച്ചിരി ഉള്ളിലോട്ട് കയറിയിട്ടാണ് ഈ സ്ഥലം. അപ്പൊ മഹേഷ് ചേട്ടാ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ അടിയിൽ ഒരു കമന്റെങ്കിലും എഴുതി. ഒരു കലാകാരനെ പെട്ടെന്ന് തൃശങ്ക് സ്വർഗത്തിൽ എത്തിക്കുകയും പിന്നീട് അദ്ദേഹത്തെ നിങ്ങൾ ആശ്രയിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഒരു വലിയ അനുഭവമായിരുന്നു അദ്ദേഹത്തിനുണ്ടായത്. സന്തോഷം. ഒരു വലിയ ഗായകനായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് സിനിമ എനിക്ക് തോന്നുന്നു സുഗമോദേവി കേട്ടിട്ടാണ് അല്ലേ? പിന്നെ സുഗമോദേവി എന്നുള്ള സോങ് വൈറലായി. ഇതേപോലെ ചരണം മുതലാണ് പാടിയത്. സുഗമദേവി ഫുള്ള് വൈറലായപ്പോൾ അത് കേട്ടിട്ടാണ് വൈറലായിട്ടാണ് നമ്മുടെ പ്രവീൺ പരപ്പനങ്ങാടി സാറാണ് ഷാജുൻ കാരിയ സാറിനെ സോങ്ങിനെ പറ്റി പറയുകയും ഇതുപോലെ പാട്ടുകാരനുണ്ടെന്ന് പറയുകയും, അങ്ങനെ വലിയ ഭാഗ്യം അദ്ദേഹത്തിലൂടെ എനിക്ക് വന്നു ചേർന്നു. അതായത് സാജൻ മാധവ് സാറിൻ്റെ മ്യൂസിക്കിൽ ഡോക്ടർ പ്രജീഷ് ഉണ്ണികൃഷ്ണന്റെ രചനയിലായിരുന്നു ആ പാട്ട്. സാജൻ മാധവനൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വിശ്വവിഖ്യാതനായിട്ടുള്ള രവീന്ദ്ര മാഷിന്റെ മകൻ. അതെ. നന്ന ശോഭ ചേച്ചി എല്ലാവരും ഉണ്ടായിരുന്നു. ഭയങ്കര ഒരു അനുഗ്രഹം തന്നെയാണ്. കാരണം ഇന്ന് എല്ലാ മലയാളികളും സംഗീതത്തിന്റെ കുലപതിയായിട്ട് കരുതുന്നത് രവീന്ദ്ര മാഷിനെ തന്നെ. തീർച്ചയായിട്ടും ഗായകനാകാൻ ഏറെ കുറിച്ചിട്ട് അല്ലേ, എപ്പോഴോ ഒറ്റപ്പെടുത്തുകയും തള്ളിക്കളയും കളഞ്ഞ അവിടെ നിന്നാണ് അദ്ദേഹം ഉയർത്തെഴുന്നേറ്റ് വലിയ സംഗീത സംവിധായകന്റെ ആ ശ്രേണിയിലേക്ക് എത്തിയത്. അദ്ദേഹത്തിന്റെ മകനിലൂടെയാണ് നമ്മുടെ അരങ്ങേറ്റം. അത് ചെറുതാകത്തില്ല. അതൊരു വലിയ ഒരു മാറ്റത്തിന് കാരണമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും വേറെ എന്തെങ്കിലും പറയാനോ പാടാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ പാട്ടുകൾ പിന്നെ നമുക്ക് നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ കുറച്ച് എന്നും എന്നെ നിത്യേന വിളിക്കുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട്. അതെ. ഈ 7 സ്വരങ്ങളെന്റെ അനുമല്യ തൊട്ട് തന്നെ തീർച്ചയായിട്ടും അത് ജനങ്ങൾ കൊതിയോടുകൂടി കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അതെ. ശരിയാണ്.
അതൊന്ന് കേൾക്കാം. ആരു പാടും ലളിത മധുരമയ ഗാനം പോലും കരളിലമൃതമഴ. ആരു പാടും ലളിത മധുരമയ ഗാനം പോലും കരളിലമൃതമഴ. ചൊരിയുമളവിലിലമിഴികളിളകിയതിൽ മൃദുല തരളപദ ചലന നടനമുതിരൂ ദേവി. പൂങ്കാറ്റിൽ ചാഞ്ചാടും തൂമഞ്ഞിൻ വെൺതൂവൽ കൊടിപോലഴകേലേ സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം. ഗാനം ദേവഗാനം അഭിലാഷ ഗാനം. മാനസവീണയിൽ കരപരിലാളന ജാലം. ജാലം ഇന്ദ്രജാലം അതിലോല ലോലം. ഏഴു സ്വരങ്ങളും തഴുകി വരും ഒരു ചുമ്മാ നല്ല ചേട്ടൻ വന്നിട്ടുണ്ട്. അത്ര ഏഴ് സ്ഥലങ്ങളുടെ ആ പിരിവുകൾ ഇല്ലേ ഉന്നതിയിലേക്കൊക്കെ ദാസേട്ടൻ. ഇപ്പൊ ഇവിടെ നമ്മള് ലേപ്പൽ മൈക്കിലൂടെയാണ് കേൾക്കുന്നത്. നല്ല കണ്ടൻസർ മൈക്കിലൊക്കെ സൗണ്ട് സിസ്റ്റത്തിലൊക്കെ ചെയ്തിട്ട് പാടും. അതെ തീർച്ചയായിട്ടും. പിന്നെ ഗാനമേളകളിൽ എനിക്ക് ഏറ്റവും എപ്പോഴും ആവശ്യപ്പെടുന്ന ഒരു ഗാനമാണ് നമ്മുടെ പ്രമദവനം എന്നുള്ള സോങ്. അതും അതിൻ്റെ ഏതാനും ചില വരികൾ ഈ പ്രേക്ഷകർക്ക് വേണ്ടി. തീർച്ചയായിട്ടും. ഏതേതോ കഥയിൽ യമുനയിലൊരു വനമലരായി ഒഴുകിയ ഞാൻ. ഏതേതോ കഥയിൽ യമുനയിലൊരു വനമലരായി ഒഴുകിയ ഞാൻ. യദുകുല മധുരിമ തഴുകിയ മുരളിയിലൊരു യുഗ സംക്രമ ഗീതയുണർത്തുമ്പോ ഇന്നിതാ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി ശുഭസായാഹ്നം പോലെ. ശുഭസായാഹ്നം പോലെ തെളിദീപം കളിനിഴലിൻ കൈക്കൊമ്പിൾ നിറയുമ്പോൾ എൻ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. തീർച്ചയായിട്ടും. പാട്ട് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് രവീന്ദ്ര മാഷിനെ ഓർത്തു പോയി. അദ്ദേഹത്തിനോടൊപ്പം ഒരു നൈറ്റ് മൊത്തം മാസ് ഹോട്ടലിൽ തങ്ങാനുള്ളൊരു സൗകര്യവും അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഒന്നും ആയിരുന്നില്ല. ഞാനൊരു ക്യാമറമാൻ ആയിരുന്നു ഒരു പടത്തിന്റെ. അമ്മയെന്നാണെന്ന് തോന്നുന്നു ആ പടത്തിന്റെ. രേവതി അഭിനയിച്ചൊരു കുട്ടികളുടെ സിനിമയാണ്. അതിൽ അദ്ദേഹം ഇങ്ങനെ പാട്ട് ചിട്ടപ്പെടുത്താനായിട്ട് വന്നപ്പോൾ നമുക്ക് ഇത്രയും അടുത്ത് കേൾക്കാനും കാണാനും ഒക്കെ പറ്റി. അന്ന് അദ്ദേഹം പറഞ്ഞത് രവീന്ദ്രൻ മാഷിന്റെ ഒരൊറ്റ ഗാനങ്ങൾക്ക് പോലും റിസംബ്ലൻസ് ഇന്ത്യയിലെ നല്ല ലോകത്തൊരു പാട്ടിനുണ്ടാകില്ല. ഞാൻ വെല്ലുവിളിക്കാന്ന് പറഞ്ഞു. പലപ്പോഴും നമ്മുടെ പല മലയാള ചലച്ചിത്ര ഗാനങ്ങളിലും നമുക്ക് ഏതോ ഹിന്ദി പാട്ടിനോട് ഛായ തോന്നാം. നമ്മൾ തന്നെ ഇവിടുത്തെ നമ്മളുടെ ഒരു മ്യൂസിക്കൽ പ്രോഗ്രാം ചെയ്തൊരു ആങ്കർ ഉണ്ട് റഞ്ജി വർഗീസ്. അദ്ദേഹത്തിന് തന്നെ ഇതേപോലെ റിസംബ്ലൻസ് ഉള്ള സംഗീതം കണ്ടുപിടിച്ചു കൊണ്ടുവരും. ഏത് പാട്ട് കിട്ടിയാലും പുള്ളിയുടെ ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അത് ഞാനിങ്ങനെ ആലോചിച്ചത്. അപ്പം രവീന്ദ്ര മാഷ് പറഞ്ഞു എന്റെ പാട്ടുകളിലൊന്നും, കാരണം പിരിവ് സംഗീതങ്ങളുടെ ആളാണ്, ഒരു ചരണത്തിൽ ഉപയോഗിച്ചതായിരിക്കത്തില്ല പല്ലവിയിലും അനുഭവിച്ചു, അല്ലെങ്കിൽ അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ അല്ലേ? തീർച്ചയായും അദ്ദേഹം ശ്രമിച്ച ഒരു വലിയൊരു ഇതായിരുന്നു. അതുപോലെ തന്നെ ഗാനമേള എന്നൊരു സിനിമയിലും ഒരു പാട്ട്, ഓമനേ നീയൊരോമൽ ഭാവഗീതമോ കാതരേ നീയൊരൻ കിനാവിൻ കാവ്യമോ സ്നേഹരാഗലോലമോ നിലാവിൻ സാന്ദ്രമോ
മധുപകരുമൊരമൃത തരള ശ്രുതിലയ സുഖലളിത ഗാനമോ ഓമനേ നീയൊരു മൽഭാവഗീതമോ കാതരേ നീയൊരൻ കിനാവിൻ കാവ്യമോ. അതെ അതെ അതെ. ശരിക്കും പറഞ്ഞാൽ ഒരു ഓണം വരണം, പഴയ ഗാനങ്ങളൊക്കെ ഒന്ന് കേൾക്കണം. തീർച്ചയായിട്ടും അല്ലേ? അതെ അതെ. ഓണത്തിന് മാത്രമാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ടായിരിക്കും മോഹനൻ ഓണത്തിനീണം എന്ന് തന്നെ പേരിട്ടത്. മലനാട് ടിവിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? വളരെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചാനലാണ്. ഇതുപോലെ ഇൻ്റർവ്യൂവിന് അത് വിളിക്കുമ്പോഴാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷം. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ചാനലിൽ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അതിനായിട്ടൊരു സന്തോഷം. അത് തീർച്ചയായിട്ടും ഇപ്പോൾ എനിക്കതാണ്. എന്നെ എല്ലാവരോടും എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. തീർച്ചയായിട്ടും. എന്തായാലും നമ്മളുടെ കളർ കോഡുകാർക്ക് അഭിമാനിക്കാവുന്ന ഒരു ഗായകനെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. നാളുകളിൽ കൂടുതൽ നല്ലൊരു ഫേമസ് ആയിട്ടുള്ള ഗായകനായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഒത്തിരി സിനിമകളിൽ പാടാൻ അവസരം കിട്ടും. കാരണം കഴിവുണ്ട്. ഒരു പക്ഷേ സ്വയം മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് പ്ലേബാക്ക് സിംഗറായിട്ട് നിങ്ങൾക്ക് ഒരു അവസരം കിട്ടിയത്. തീർച്ചയായിട്ടും. പക്ഷേ ഇതൊരു വലിയ സാധ്യതയാകട്ടെ. മലനാട് ടിവിയുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഈ വോക്കൽ മാത്രമല്ല, നമ്മൾ കരോക്കെ പോലും ഉപയോഗിച്ചിട്ടില്ല. അപ്പം അങ്ങയുടെ എല്ലാ ടാലന്റും സംഗീത സംവിധായകർക്ക് ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. അത് ഒരുപാട് നല്ല അവസരങ്ങൾ തരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, വളരെ വളരെ സന്തോഷം. അപ്പോൾ പ്രിയ കൂട്ടുകാരനും അത് തന്നെ, എനിക്ക് പാടിയതിലൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അവരൊക്കെ എനിക്ക് തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും എനിക്ക് ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് ഇന്ന് സാറിൻ്റെ കൂടെ എനിക്ക് ഇത് ഒരു അവസരം തന്ന സാറിനും ഈ നമ്മുടെ ചാനലിനും ഒരുപാട് നന്ദി. തീർച്ചയായിട്ടും. അങ്ങനെ ഓണത്തിൻ്റെ ഈണം ഇങ്ങനെ അനർഗളം വീണ്ടും ഗമിച്ചുകൊണ്ടിരിക്കും. പുതിയ ഒരു എപ്പിസോഡിൽ മറ്റൊരു അതിഥിയുമായി വരുന്നവർ നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഓണാശംസകൾ. എല്ലാവർക്കും ഓണാശംസകൾ. ഓണത്തിനീണം ഹൃദയങ്ങളിൽ നിറയട്ടെ.